എടുക്കുന്നില്ല. ഇതെന്താ അമ്മ ഇവര് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? അല്ലെങ്കിൽ എന്നാടി ആവശ്യ നേരത്തിന് അവനൊക്കെ ഒരു ഫോൺ എടുത്തിട്ടുള്ളത്? ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാളത്തെ രാഷ്ട്രീയത്തിൽ പരിചയമുള്ളതല്ലേ എന്റെ ക്ലീറ്റോ. അന്നേരം പറഞ്ഞാ വേണ്ട വേണ്ട, അവന് ഇതൊന്നും എതിരിടാനുള്ള ശക്തി ഉണ്ടാവൂല എന്ന് കേട്ടാ മതിയായിരുന്നു. അതാ ഞാനും പറയണേ, ആ ക്ലീറ്റസ് പറയണത് കേട്ടിട്ട് അതിന് മാറിയാ മതിയായിരുന്നു. അമ്മാവൻ ഇങ്ങനെ സമയം പോലെ കേറി ഇറങ്ങി സംസാരിക്കല്ലേ. അമ്മാവനല്ലേ ഏട്ടനോട് നിക്കാൻ പറഞ്ഞത്? അതെ, നിക്ക് ഈ പാർട്ടിയും കിട്ടിയൊന്നുമില്ല. നിക്കിന്റെ കുട്ടികളെ വരുത്. അവര് തല്ല് തല്ലിട്ട് എന്തേലും പറ്റിയാലോ? നമ്മള് വിചാരിച്ച ഇവിടെ ഇപ്പൊ ഇല്ല നടക്കൂന്നുള്ള ആയല്ലോ. എന്തായടാ അവിടെ? അവൻ ജയിച്ചോ? അവൻ സെക്രട്ടറി ആയോ? പിന്നെ എന്തുണ്ടാവാനാ പറഞ്ഞുകൂടലേ? അതെ, പഴയ ഉള്ള ഒരുത്തനെ ഒഴിവാക്കിയിട്ട് പുതിയ ഒരാളിനെ കൊണ്ട് അമ്പലിക്കുട്ടി അവിടെ ചെന്നപ്പോ തന്നെ അവിടെ ചളവളായി, എല്ലാം കുളമായി. തെളിച്ചു പറയടാ. എന്റെ ചെറുക്കനുണ്ട് ആന്റണി എന്ന് പറഞ്ഞ ഒരുത്തൻ. അവനെ കുപ്പായം തച്ചു വെച്ചിട്ട് കുറെ നാളായി ആ പാർട്ടിയിൽ ഉണ്ടാക്കാൻ നടന്നിട്ട്. പിന്നെ അവനെ ആക്കാതെ അവൻ സമ്മതിക്കില്ല. അമ്മാവാ, ഈ ആന്റണി ആരാ പയ്യനാ? നമ്മ എന്റെ പയ്യൻ അവനെ ആരാ കുത്തിത്തെറിക്ക് ഇളകി വിട്ടത്? ഈ ക്ലീറ്റസ്. അമ്മ അടുത്താണ് പണി. സ്വന്തം അളിയനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് കാശും കൊടുത്തിട്ട് കരിങ്കാലി പണിക്കുന്ന ചതിയൻ. എനിക്ക് അളിയനൊന്നുമില്ല, അമ്മാവനൊന്നുമില്ല. ഞാൻ സംഭവിച്ചിട്ട് ഇപ്പൊ സ്ഥാനമോഹം ഇല്ലാത്ത ആരാ ഉള്ള? നിനക്കില്ലേ മോഹം? അവന് ചെറിയ ആഗ്രഹം. ഈ ആന്റണി ആരാ? എന്റെ ചെറുക്കനാ. എന്റെ അല്ല, എന്റെ ചെക്കൻ. നിന്റെ എന്ന് പറഞ്ഞാൽ ഞാനും നീ ആരാ? നമ്മളൊക്കെ ഒരേ കുട്ടിയെ കെട്ടിയ പോയി, മൂടോടെ പോയി. അയ്യോ പോയെ, അയ്യോ പോയെ. ബ്രാഞ്ച് സെക്രട്ടറി ആവാൻ പോയ മൂടോടെ താഴെ പോയി. അപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞു ആവശ്യമില്ലാതെ അപ്പോഴേ പറഞ്ഞില്ലേ പോണ്ട പോണ്ട പോണ്ടാതെ കാര്യമുണ്ടോ? നാണക്കേടാ. നീ കളിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നീ കളിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഈ കളി ഞാൻ നിന്നോട് പറഞ്ഞ ഈ വീട്ടില് ഒരു രാഷ്ട്രീയ സിംഗം മതിന്ന്. അത് ഞാൻ അത് മതി. പിന്നെ വേറെ കാര്യം, നീ എങ്ങാനും ബ്രാഞ്ച് സെക്രട്ടറി ആയി കഴിഞ്ഞാണ്ടല്ലോ ഈ അലവരാതിയില്ലേ ഇവിടെ കയറി ഇറങ്ങും. അതെനിക്ക് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല. അത് ഇനിയും നടക്കും. ചിലപ്പോഴേ ഉള്ളു ക്ലീറ്റോടെ കഴുത്തിൽ നീ തല അങ്ങ് പോകണം. നീ നടക്കും. നീ കളിച്ചിട്ട് എന്റെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം പോയി. പോണമല്ലോ, അതിനല്ലേ ഞാൻ കളിച്ചത്. പക്ഷെ അമ്പിളിക്കുട്ടിന്റെ സ്വാധീനത്തിൽ എന്നെ ഡിവിഷൻ മെമ്പറാക്കി. അതുക്ക് മേലെ എന്ന് പറഞ്ഞ ഭാവിയിലെ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് ദാ നിൽക്കുന്നത്. അതെങ്ങനെ ശരിയാവൂടെ? അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെയൊക്കെ തന്നെ കാണും. അളിയ, അപ്പൊ ഇനി മുതൽ ഈ വീട്ടിൽ 2 സിംഹങ്ങൾ. എങ്ങനെ? 2 രാഷ്ട്രീയ സിംഹങ്ങൾ. ഒരു സിംഹം. ഇത് സിംഹം, അത് പൂച്ച.